കായംകുളം നഗരസഭ 34 വാർഡിലെ 2 റോഡുകളുടെ ശോച്യാവസ്ഥയിൽ പ്രതിഷേധം ശക്തമാകുന്നു. തോപ്പിൽ നഴ്സിംഗ് ഹോം വില്ലേജ് ഓഫീസ് റോഡിന്റെയും സെന്റ് മേരീസ് സ്കൂളിന് മുന്നിലൂടെ കടന്ന് നഗരസഭാ സെക്രട്ടറിയുടെ ക്വാർട്ടേഴ്സിന് മുന്നിലൂടെ പോകുന്ന റോഡിന്റെയും ദുരവസ്ഥയ്ക്കെതിരെയാണ് പ്രതിഷേധം ശക്തമാകുന്നത്. നഗരത്തിലെ പ്രധാനപ്പെട്ട 2 റോഡുകളാണ് തകർന്ന നിലയിലുള്ളത്. കായംകുളം വില്ലേജ് ഓഫീസിന് സമീപം നാട്ടുകാരിൽ ചിലർ ഒത്തുചേർന്ന് പ്രതിഷേധ യോഗം നടത്തി. അതേസമയം റോഡുകളുടെ നവീകരണത്തിന് 45 ലക്ഷം രൂപ വീതം ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നും നിർമ്മാണത്തിന് കരാർ ഏറ്റെടുക്കാൻ ആരും തയ്യാറാകാതെ വന്നതാണ് നവീകരണത്തിന് തുടങ്ങാനാവാത്ത സ്ഥിതി വന്നതെന്നും വാർഡ് കൗൺസിലർ ടി രഞ്ജിതം പറഞ്ഞു. കായംകുളം നഗരസഭ 34 വാർഡിലെ 2 റോഡുകളുടെ ശോച്യാവസ്ഥയിൽ ജനകീയ പ്രതിഷേധം ശക്തമാകുന്നു. തോപ്പിൽ നഴ്സിംഗ് ഹോം മുതൽ വില്ലേജ് ഓഫീസ് വരെയുള്ള റോഡിന്റെയും സെന്റ് മേരീസ് സ്കൂളിന് മുൻവശം മുതൽ നഗരസഭാ സെക്രട്ടറിയുടെ വസതി വരെയുള്ള റോഡിന്റെയും ദുരവസ്ഥയ്ക്കെതിരെയാണ് പ്രതിഷേധം ശക്തമാകുന്നത്. നഗരത്തിലെ പ്രധാനപ്പെട്ട 2 റോഡുകളാണ് തകർന്ന നിലയിലുള്ളത്. ഒരു മഴ പെയ്താൽ തന്നെ വെള്ളം കെട്ടിനിന്ന് വാഹനങ്ങൾക്ക് പോകാൻ സാധിക്കാത്ത സാഹചര്യമാണ് ഈ റോഡുകളിലുള്ളത്. ഇവിടുത്തെ ഓടയുടെ നവീകരണവും ശരിയായ രീതിയിലല്ല നടന്നതെന്ന് നാട്ടുകാർ പറയുന്നു. റോഡിലെ കുഴികളിൽപ്പെട്ട് ഇരുചക്ര വാഹനങ്ങളും ഓട്ടോറിക്ഷകളുമൊക്കെ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. 2 സ്കൂളുകളും മറ്റനേകം സ്ഥാപനങ്ങളുമൊക്കെ റോഡുമായി ചേർന്ന് സ്ഥിതി ചെയ്യുന്നുണ്ട്. ദേശീയപാതയിലോ കായംകുളം നഗരത്തിലോ ഗതാഗത കുരുക്കുണ്ടായാൽ സമാന്തര യാത്രാമാർഗമായി ഈ റോഡുകൾ ഉപയോഗപ്പെടുത്താറുണ്ട്. എന്നാൽ റോഡിന്റെ നവീകരണ കാര്യത്തിൽ അധികൃതർ ഉദാസീനതയാണ് നിരന്തരമായി കാട്ടുന്നത്. റോഡിന്റെ ശോച്യാവസ്ഥയ്ക്ക് ഉടൻ പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് കായംകുളം വില്ലേജ് ഓഫീസിന് സമീപം നാട്ടുകാരിൽ ചിലർ ഒത്തുചേർന്ന് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. സിനിൽ സബാദ്, ബിജു ജോസഫ്, അലക്സാണ്ടർ KP, അഡ്വക്കേറ്റ് ശെൽവൻ കൃഷ്ണ, പ്രദീപ് P, ബാബുരാജ് V, മണിയൻ P, സുരേഷ് R എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ 3 വർഷക്കാലമായി യാതൊരുവിധ നിർമ്മാണ പ്രവർത്തനം നടക്കാതെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. മഴക്കാലമായാൽ തന്നെ ഇവിടെ നിന്ന് ഏറെ ദുർഘടമാണ് ഇവിടെ നിന്ന് യാത്ര ചെയ്യുവാൻ. ഇതിന് വേണ്ട ശാശ്വത നടപടികൾ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് ഞങ്ങൾ വാർഡ് അംഗങ്ങൾ കായംകുളം മുനിസിപ്പാലിറ്റിയിൽ വിവരാവകാശം നൽകുകയുണ്ടായി. ഈ വിവരാവകാശത്തിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടേക്കുന്നത് എന്തുകൊണ്ടാണ് 34 വാർഡിൽ ഈ ഒരു റോഡ് കഴിഞ്ഞ 3 വർഷക്കാലമായി നവീകരിക്കാതെ കിടക്കുന്നതെന്നും ടെൻഡർ എന്തുകൊണ്ട് എടുക്കുന്നില്ലെന്നും സംബന്ധിച്ചും ഇത് സംബന്ധിച്ച് വാർഡ് കൗൺസിലർ കത്ത് നൽകിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഞങ്ങൾ വിവരാവകാശത്തിൽ നൽകിയിട്ടുള്ളത്. ഇതിനോട് ചേർന്നുകൊണ്ട് തന്നെ ഞങ്ങൾ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ PS സുൽഫിക്കറുമായി ബന്ധപ്പെടുകയും അദ്ദേഹം പറഞ്ഞത് 34 വാർഡ് കൗൺസിലർ കത്ത് നൽകുവാണെങ്കിൽ ഈ റോഡ് അടിയന്തരമായി പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള താൽക്കാലികമായി ഇത് നവീകരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 34 വാർഡ് കൗൺസിലർ ശ്രീ രഞ്ജിതവുമായി ഞങ്ങൾ ബന്ധപ്പെടുകയും നാളെ നടക്കുന്ന ഈ കൗൺസിൽ യോഗത്തിൽ ഈ കത്ത് നൽകണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. മനുഷ്യന് നടക്കാൻ പറ്റത്തില്ല, വണ്ടി ഓടാൻ പറ്റത്തില്ല, കുണ്ടും കുഴിയായിട്ട് കിടക്കുകയാണ്, വെള്ളം പൊങ്ങിയ തടമാണ്, ആളുകൾക്കും യാത്ര ചെയ്യാൻ പോലും ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുകയാണ്. വെള്ളം പോകാനുള്ള വഴി ഓട ശരിയല്ല, ഇങ്ങനെ പല ബുദ്ധിമുട്ടായിട്ട് വർഷങ്ങളായി. ഇത് മനുഷ്യൻ സഹിക്കാവുന്നതിലും അപ്പുറമാണ്. ഈ വാർഡിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. മുട്ടറ്റത്തോളം വെള്ളം. ഒരു വണ്ടി വിളിച്ചു കഴിഞ്ഞാൽ, ഒരു ഓട്ടോ വിളിച്ചു കഴിഞ്ഞാൽ ഒരു ഓട്ടോക്കാരനും ഈ വാർഡിലോട്ട് സഞ്ചരിക്കാൻ വിസമ്മതം പ്രകടിപ്പിക്കുന്നു. എന്തുകൊണ്ട് ഈ 3 വർഷക്കാലമായി ഈ റോഡിൻ്റെ ഈ ശോച്യാവസ്ഥ പരിഹരിക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. റോഡിന്റെ അവസ്ഥ സംബന്ധിച്ച് വാർഡ് കൗൺസിലറെ നിരവധി തവണ വിവരം ധരിപ്പിച്ചിട്ടും മറുപടിയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. കായംകുളം നഗരസഭയ്ക്ക് വിവരാവകാശം പ്രകാരം അപേക്ഷ നൽകിയിട്ടുള്ളതായും നാട്ടുകാർ പറഞ്ഞു. റോഡിന്റെ നവീകരണത്തിലെ തടസ്സം എന്താണെന്ന് അടക്കം വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കായംകുളം നഗരസഭയ്ക്ക് വിവരാവകാശ പ്രകാരം അപേക്ഷ നൽകിയിട്ടുള്ളതായും നാട്ടുകാർ പറഞ്ഞു. ഇത് സംബന്ധിച്ച് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായി തങ്ങൾ സംസാരിച്ചപ്പോൾ വാർഡ് കൗൺസിലർ കത്ത് നൽകിയാൽ ഉടൻ തന്നെ കുഴികൾ അടച്ച് താൽക്കാലിക പരിഹാരമുണ്ടാക്കാമെന്ന് ഉറപ്പ് നൽകിയെന്ന് നാട്ടുകാർ പറയുന്നു. ഇക്കാര്യത്തിൽ കത്ത് നൽകുവാൻ വാർഡ് കൗൺസിലർ തയ്യാറാകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. അതേസമയം റോഡിന്റെ നവീകരണത്തിന് 45 ലക്ഷം രൂപ വീതം ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നും നിർമ്മാണത്തിന് കരാർ ഏറ്റെടുക്കുവാൻ ആരും തയ്യാറാകാതെ വന്നതാണ് നവീകരണം തുടങ്ങാനാവാത്ത സ്ഥിതി സൃഷ്ടിച്ചതെന്നും നിർമ്മാണത്തിന്റെ പ്രാഥമിക നടപടികളായിട്ടുണ്ടെന്നും വാർഡ് കൗൺസിലർ ടി രഞ്ജിതം പറഞ്ഞു. കായംകുളം നഗരസഭ 34 വാർഡും 33 വാർഡും ബൗണ്ടറി റോഡാണ് വില്ലേജ് ഓഫീസ് തോപ്പിൽ നഴ്സിംഗ് റോഡ്. നിരന്തരം മഴക്കാലത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന പ്രദേശമാണ് ഈ റോഡ്. ആയതിനാൽ നല്ല രീതിയിൽ ഈ റോഡിന് ബലഹീനതയുണ്ട്, കുഴിയും കുണ്ടുമായി കിടക്കുന്നു. അത് ഞാൻ സമ്മതിക്കുന്നുമുണ്ട്. MLAക്ക് ഇതിൻ്റെ ലെറ്റർ കൊടുത്തതാണ് ഇത് പരിഗണിക്കാൻ. അദ്ദേഹത്തിനെ കുറ്റം പറയാൻ പറ്റില്ല. അദ്ദേഹം ഫണ്ട് അനുവദിച്ചു. 1, 2, 3
റോഡിന് എനിക്ക് ഫണ്ട് അനുവദിച്ച് അദ്ദേഹത്തെ ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷേ LRRP എന്നൊരു വകുപ്പിൻ്റെ ഫണ്ടാണിത്. 45 ലക്ഷം രൂപ നമുക്ക് തന്നിട്ടുണ്ട്. ആദ്യം 4 മാസമായി അദ്ദേഹം ഫണ്ട് അനുവദിച്ചിട്ട്. ടെൻഡർ ഇട്ടപ്പോൾ പിന്നെ LRRPയുടെ ഒരു ഈ ഫണ്ടായതുകൊണ്ടാണോ എന്തോ എനിക്കറിയത്തില്ല, ടെൻഡർ ആരും എടുത്തില്ല. അതുമല്ല, ഞങ്ങൾ മുനിസിപ്പാലിറ്റിയിലെ കോൺട്രാക്ടർമാർക്ക് അതിനുള്ള ആസ്തി ഇല്ലെന്നാണ് അവരെന്നോട് പറഞ്ഞത്. പക്ഷേ ഇപ്പം വേറെ 2 കോൺട്രാക്ടർമാർ 2 റോഡും എടുക്കാമെന്ന് ഇങ്ങനെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ബൗണ്ടറി റോഡാണെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു കൗൺസിലറാണ് അപ്പുറത്ത് 33-ാം വാർഡിലും 34-ാം വാർഡിൽ ഒരു LDFൻ്റെ കൗൺസിലറുമാണ്. പക്ഷേ ഈ LDFൻ്റെ കൗൺസിലറിലാണ് എല്ലാവരും കല്ലെറിയുന്നത്. അത് ഒരിക്കലും ശരിയല്ല. കൗൺസിലർ എന്ന നിലയിൽ റോഡുകളുടെ കാര്യത്തിൽ നിരന്തരം ഇടപെടുകയും നടപടികളുമായി ബന്ധപ്പെട്ട് സദാസമയം പിന്തുടരുകയും ചെയ്യുന്നുണ്ട്. റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കാൻ ആവുന്നതെല്ലാം ചെയ്തുകൊണ്ടിരിക്കെ റോഡിന്റെ ശോച്യാവസ്ഥയെ വരുന്ന നഗരസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ചിലർ രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിക്കുകയാണെന്നും കൗൺസിലർ പറഞ്ഞു. ഇത്തരം ശ്രമങ്ങളെ തിരിച്ചറിയാൻ നാട്ടുകാർക്ക് കഴിയുമെന്നും രഞ്ജിതം പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.